നൊബേൽ സമ്മാനങ്ങൾ അടിച്ചെടുക്കേണ്ട കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം മറന്നുപോയി. തന്റെ രാജ്യം ഷട്ട് ഡൌണിലാണ്. പുതിയ കല്ലെ പിളർക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് തയ്യാറാക്കാനായിട്ട് വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ കിങ്കരന്മാരും കിങ്കരികളും പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഉടനെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കുമെന്ന ചില സൂചനകളുണ്ട്. പക്ഷേ ആ ഷട്ട് ഡൗൺ പിൻവലിച്ചതായുള്ള ഉത്തരവ് വരുമ്പോൾ ഒരു കൂട്ടം ഉത്തരവുകൾ അതിന്റെ പിന്നാലെ വരാനും സാധ്യതയുണ്ട്. തദ്ദേശീയവൽക്കരണം തന്നെയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ US പൗരത്വ ചടങ്ങുകളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അഭിമുഖങ്ങളുടെ തീയതിയും നീട്ടിയിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും പുതിയ US വിസ വേണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും അനിശ്ചിതമായിട്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വെബ്സൈറ്റ് തന്നെ അടച്ചുപൂട്ടിയ അവസ്ഥയിൽ. ട്രംപിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുകയാണ്. ഇനിയൊരു കുഞ്ഞു പോലും അമേരിക്കയിലേക്ക് കടക്കണ്ട. എത്ര പേരെ വേണമെങ്കിലും അമേരിക്കയിൽ നിന്നും പിടിച്ച് എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാം. പണ്ട് രാവണൻ ലങ്കയിൽ ഒരു കോട്ട കിട്ടിയ കഥ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അമേരിക്കയും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ഈ ഒരു ഗതി വരില്ല ജനതയ്ക്ക്. അവശ്യ സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ന് പുറത്തിറങ്ങാൻ പോലും കയ്യിൽ പണമില്ലാതെ, സമാധാനമില്ലാതെ അമേരിക്കൻ പൗരന്മാർ ട്രംപിനെതിരെ പ്രതിഷേധിക്കാൻ പോലും കരുത്തില്ലാതെ വീടുകൾക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ട്രംപിന് എന്നെങ്കിലും എത്രയും പെട്ടെന്ന് മാനസാന്തരം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. US തുടരുന്ന സർക്കാർ അടച്ചുപൂട്ടലാണ് ഇപ്പോൾ പൗരത്വ സ്വീകരണ ചടങ്ങുകളെയും നടപടികളെയും ഒക്കെ ബാധിച്ചിരിക്കുന്നത്. നേരത്തെ അപ്പോയിന്റ്മെന്റുകൾ നൽകിയിരുന്ന അഭിമുഖങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ഇതോടെ നിരവധി പേരാണ് കഷ്ടത്തിലായത്. മുൻകൂട്ടി അറിയിച്ച അറിയിപ്പ് പ്രകാരം അമേരിക്കൻ പൗരത്വം സ്വീകരിക്കാനുള്ള അവസാനവട്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഒടുവിൽ US ഇമിഗ്രേഷൻ ക്യാമ്പിലെത്തുന്നവരെ കാത്ത് അടച്ചിട്ട വാതിലുകളാണ്. സർക്കാർ അടച്ചുപൂട്ടൽ കാരണം ചടങ്ങ് റദ്ദാക്കിയെന്ന നോട്ടീസ് മാത്രമാണ് വിർജീനിയയിലടക്കം ഒട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിർജീനിയയിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ നടന്ന ഇതേ അവസ്ഥയാണ് മറ്റ് പല ഇമിഗ്രേഷൻ ഓഫീസുകളിലും എന്നാണ് അറിയാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ റദ്ദാക്കി വിവരം അപേക്ഷകർ നേരത്തെ അറിയിക്കാൻ പോലും സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥ. കാരണം സർക്കാർ മൊത്തത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവരെ ഇന്റിമേഷൻ നൽകാനായി ഒരു ജീവനക്കാരനും ഒരു ഓഫീസിലുമില്ല. അപേക്ഷകരിൽ ആർക്കും മെയിലോ ഫോൺ കോളോ ഒന്നും ലഭിച്ചിട്ടില്ല. പ്രവേശന കവാടത്തിൽ ജീവനക്കാർ നിന്നിട്ട് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായ സാഹചര്യം കാരണം അഭിമുഖങ്ങൾ, അപ്പോയിന്റ്മെന്റുകളൊക്കെ റദ്ദാക്കി എന്നാണ് പിന്നീട് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയത്. പൗരത്വം നൽകുന്ന നടപടികൾ മുന്നറിയിപ്പില്ലാതെ ഏകപക്ഷീയമായി റദ്ദാക്കി കളഞ്ഞത് വിദേശ തൊഴിലാളികളെയും ജീവനക്കാരെയും അടക്കം തെല്ലൊന്നുമല്ല നിരാശരാഴ്ത്തിയിരിക്കുന്നത്. ഈ കാലതാമസം തങ്ങളുടെ ജോലിയെയും ആ സ്ഥാപനത്തിലെ നിലനിൽപ്പിനെ ഒക്കെ ബാധിക്കുമെന്ന് കരുതുന്ന നിരവധി പേരുണ്ട്. വർഷങ്ങളായുള്ള പേപ്പർ വർക്കുകളിലൂടെ അമേരിക്കയിൽ ഒരു ജോലി, ഒരു ജീവിതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അതിന്റെ പടിവാതിലെത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് പേരെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഷട്ട് ഡൗൺ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. നവംബർ 1 വീണ്ടും ഇമിഗ്രേഷൻ ഓഫീസിൽ എത്തിയാൽ കൊള്ളാമെന്നൊരു അഭ്യർത്ഥന കൂടി ചിലർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ ഫെഡറൽ ഷട്ട് ഡൗൺ നവംബർ 1 മാറണം. അത് മാറിയില്ലെങ്കിൽ നവംബർ 1 വന്നിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. അഭിമുഖങ്ങളടക്കമുള്ള പൊതുജന സേവനങ്ങൾ പിന്നീട് അറിയിപ്പില്ലാതെ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇമിഗ്രേഷൻ ഏജൻസി ഡയറക്ടർ ജോസഫ് എഡ്ലോയും വ്യക്തമാക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി എത്ര USCIS നിയമനങ്ങളോ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ റദ്ദാക്കിയെന്ന് തങ്ങളുടെ പക്കൽ കണക്കില്ലെന്നും അവർ പറയുന്നു. സർക്കാരിന് ലഭിക്കേണ്ട ധനസഹായത്തെ ചൊല്ലിയുള്ള റിപ്പബ്ലിക്കന്മാരുടെയും ഡെമോക്രാറ്റുകളുടെയും ഭിന്നത മറ്റേത് രാജ്യത്തായാലും അവിടെ ഭരണസ്തംഭനം എന്ന് തന്നെ പറയാം. പ്രതിപക്ഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മുടക്കി എന്ന് പറയും. പക്ഷെ അമേരിക്കയിൽ പറയുന്നത് തങ്ങൾ ധനസഹായം ആവശ്യപ്പെട്ടു, എതിർ കക്ഷിക്കാർ നൽകിയില്ല, അതുകൊണ്ട് രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ മൊത്തം അങ്ങ് അടച്ചിട്ട് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചു എന്നാണ്. 7 ലക്ഷത്തോളം അമേരിക്കൻ ജീവനക്കാരാണ് ഇങ്ങനെ തൊഴിലില്ലാതെ, ശമ്പളമില്ലാതെ അവധിയിൽ തുടരേണ്ട ഗതികേടിലായിരിക്കുന്നത്. 13 ദിവസമായിരിക്കുന്നു ഷട്ട് ഡൗൺ തുടങ്ങിയിട്ട്. ഇനിയും ഒരു നടപടിയും വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും കൂടുതൽ ഫെഡറൽ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭക്ഷ്യസഹായം, സൈനിക വേതനം തുടങ്ങിയ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലും യാതൊരു ഉറപ്പും JD വാൻസ് നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ സൈനിക വിഭാഗങ്ങൾ എല്ലാം പട്ടിണിയിലുമാകും. ശമ്പളമില്ലാതെ എത്ര അമേരിക്കൻ സൈനികർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്ന് കൂടി ഇനി കാത്തിരുന്ന് കാണണം. ഇപ്പോഴത്തെ സ്ഥിതി ഇതാണെങ്കിൽ ഫെഡറൽ തൊഴിലാളികളെ കൂടുതൽ പേരെ പിരിച്ചുവിടണം എന്നാണ് ഇപ്പോൾ JD വാൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മ്യൂസിയങ്ങൾ അടച്ചു, മൃഗശാലകൾ അടച്ചു, ആശുപത്രികൾ പൂട്ടിക്കെട്ടി, സർക്കാർ സേവന സംവിധാനങ്ങളെല്ലാം അടച്ചുപൂട്ടി.
തപാൽ ഉരുപ്പടികളൊക്കെ നിലച്ചു. അങ്ങനെ അമേരിക്ക മൊത്തത്തിലൊരു ഷട്ട്ഡൗണിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും ഡൊണാൾഡ് ട്രംപിനോ വൈറ്റ് ഹൗസിലെ തന്നെ കിങ്കരന്മാർക്കോ ഒരു കുലുക്കവുമില്ല. അവർ ഈജിപ്തിലേക്ക് പറക്കുന്നു, ഇസ്രയേലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പക്ഷെ സ്വന്തം രാജ്യത്തെ ജനത, സ്വന്തം രാജ്യത്തെ ജീവനക്കാർ, സർക്കാർ സംവിധാനങ്ങളെല്ലാം അനിശ്ചിതമായി അടച്ചു പൂട്ടിയിട്ടിട്ട് ഏത് രാഷ്ട്രത്തലവനാണ് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കാനാകുന്നതെന്ന് ചോദിക്കാൻ പോലും ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്കക്കാർ മാറിയിരിക്കുന്നു. കാരണം ട്രംപ് എന്ന ഏകാധിപതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ജോലിയും പോവും, കിടപ്പാടവും പോവും, അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് പിടിച്ച് രാജ്യത്തിന് പുറത്താക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഗോണ്ടിനാമയിലെ മറ്റോ തടവ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയും ചെയ്യും. ഇതാണിപ്പോൾ അമേരിക്കൻ പൗരന്മാർ ഭയക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച